ഗായ്സ്, അങ്ങനെ ഇന്ന് രണ്ട് സിനിമ കണ്ടു. ഒന്ന് റെട്രോ, പിന്നെ ഹിറ്റ് ഫ്രാഞ്ചൈസിയിലെ ഹിറ്റ് 3, നമ്മുടെ നാനിയുടെ ഹിറ്റും കണ്ടു. അപ്പോൾ ഫസ്റ്റ് റെട്രോയുടെ റിവ്യൂ പറയാം. റെട്രോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടമായി, കുഴപ്പമില്ല. ഒരു ആവറേജ് സിനിമ, അത്ര വലിയ സംഭവമൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കങ്കുവേക്കാളിലും എത്രയോ മടങ്ങ് ബെറ്റർ സിനിമ തന്നെയാണ് റെട്രോ. അതിൽ പോസിറ്റീവ് എന്ന് പറയാനായിട്ട് ഒന്നാമത്തെ പോസിറ്റീവ് സൂര്യ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻട്രോ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അങ്ങേര് ഇന്നേ വരെ അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമയിലേക്കാളും ഏറ്റവും ബെസ്റ്റ് ഇൻട്രോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും റെട്രോയുടെ ഇൻട്രോ ആണെന്ന്. അടിപൊളി. അങ്ങേറെ ഒരു സാഗ്, അങ്ങേറെ ഒരു എന്നാ ലുക്കാടാ, ഒരു രക്ഷയില്ല. അടിപൊളി ലുക്ക്. ആ ഒരു പുള്ളിയെ കാണിച്ചേക്കുന്ന ആ ഒരു ഫ്രെയിംസൊക്കെ ഉണ്ടല്ലോ, അടിപൊളി. മേക്കിങ്ങിലൊക്കെ പടം 10 മടങ്ങ് അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത മേക്കിങ്, ഒരു രക്ഷയില്ലാത്ത ബീജം ചെയ്തേക്കുന്നത് എൻ്റെ മോനെ കീടു സാധനം. അതുപോലെ തന്നെ സോങ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലാണ് പടത്തിൻ്റെ മേക്കിങ്. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിണ്ണം കാച്ചിയ ഫൈറ്റ്. പുള്ളിയെ കൊണ്ട് നല്ല പണിയെടുപ്പിച്ചിട്ടുണ്ട്. പുള്ളി ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി കുറേ കരാട്ടയും അതും ഇതൊക്കെ മാർഷൽ ആർട്സൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ പടത്തിൽ കാണാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ പടം കണ്ടതാണ്. റിവ്യൂ ഇടാൻ താമസിച്ചെന്നത് ഇന്ന് മെയ് ദിനമായിട്ട് പോലും എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ വർക്കിംഗ് ഉണ്ടായിരുന്നു. അത് കാരണം സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ടാണ് റിവ്യൂ പോലും ലേറ്റ് ആയത്. ഇപ്പോൾ ഈ രാത്രിയിൽ ഞാൻ 1 മണിക്കിരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. എപ്പോൾ കണ്ട സിനിമയാണ്, ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒരു സിംഗിൾ ഷോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കിടു. എങ്ങനെ മേക്ക് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനകത്ത് ക്രിഞ്ച് തോന്നിയത് ഇവരുടെ ഈ ലവ് സ്റ്റോറി, അവരുടെ ഒരു കെമിസ്ട്രി എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. ബാക്കി എല്ലാം അടിപൊളിയാണ്. ഈ ലവ് സ്റ്റോറി എനിക്കെന്തോ അവരുടെ ഒരു കോമ്പിനേഷൻ പോരാ, കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പൂജ ഹെഡിനെ മേക്കപ്പ് ഇട്ട് മാക്സിമം ലോക്കൽ ആക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് ഏൽക്കുന്നില്ല. എന്തോ പുള്ളിക്കാരുടെ ഒരു ചാമൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കാം. മേക്കപ്പ് പോരാ, തീരെ പോരാ. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. കാർത്തിക് സുബ്രാജ് ഡയറക്ടർ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നൊരു മനുഷ്യനാണ്. അങ്ങേർക്ക് ഇതിൻ്റെ ഒരു മേക്കപ്പിൻ്റെ ഇത് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കുറവ് തന്നെയാണ്. അത് സെക്കൻഡ് ഹാഫിലൊക്കെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൂര്യയുടെ ജയിൽ സീനുണ്ട്, അതിനകത്തൊരു താടിയും മുടിയുണ്ട്. താടി കാണുമ്പോൾ തന്നെ ഒരു വളച്ച താടി ഉണ്ടാക്കുക ചെയ്യുന്നു. പുള്ളി അത്രയും നേരം നമ്മൾ ആ സ്ക്രീനിൽ അടിപൊളിയായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് ഇതൊരു ഏച്ച് കെട്ടാണല്ലോ, ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നിപ്പോവും. അതുപോലത്തെ ഒരു മേക്കപ്പ്. അതുപോലെ തന്നെ പടം ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആക്കി, നല്ല പവർഫുൾ പാക്കായിട്ട് കൊണ്ട് തന്നു. സെക്കൻഡ് ഹാഫിലോട്ട് കയറുമ്പോൾ പടത്തിൽ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറേ സീനുകളൊക്കെ ഉണ്ട്. അതാണ് ഈ കൂടുതലും റിവ്യൂവേഴ്സിൽ നമ്മൾ കാണുന്നത്. പലർക്കും ഇഷ്ടപ്പെടാതെ പോയി ആവറേജ് ഫീൽ വരുന്നത്. പക്ഷേ ആവറേജ് ഫീലാണെങ്കിലും കൊള്ളാം പുള്ളി. കാരണം എന്ന് പറഞ്ഞാൽ സൂര്യ ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യനെന്ന നിലയ്ക്ക് എനിക്ക് പറയാം കുഴപ്പമില്ല, കണ്ടിരിക്കാം. അത്രയ്ക്ക് ഇതൊന്നും അല്ല, എന്നാലും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എനിക്ക് തോന്നി. അതെല്ലാവർക്കും തോന്നിയ കാര്യമാണ്. പിന്നെ ഈ തിരിച്ചു വരവ്, മടങ്ങി വരവ്, കുണച്ച വരവ് എന്നൊക്കെ പറഞ്ഞ് കുറേ നാടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങേർക്ക് തിരിച്ചു വരാനൊന്നുമില്ല. അങ്ങേരൊക്കെ ചെയ്യുന്നതിൻ്റെ പീക്ക് ലെവൽ ചെയ്ത് വെച്ചിട്ടാണ് ഈ നിൽക്കുന്നത്, ഈ പടം ഓരോ പടവും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അങ്ങേര് തിരിച്ചു വരണം, മടങ്ങി വരണം എന്നൊക്കെ പറയുന്നതൊക്കെ ബോധമില്ലാത്തമാരെ ഈ പറയുന്നതൊക്കെ. അങ്ങേര് ഇവിടെ തന്നെ ഉണ്ട്, അങ്ങേരെങ്ങും പോയിട്ടൊന്നുമില്ല തിരിച്ചു വരാനായിട്ട്. അങ്ങേരൊന്ന് ഗൾഫിൽ പോയേക്കാണ്. കുറേ നാടുകൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ തുടരും റിലീസായപ്പോൾ മോഹൻലാൽ തിരിച്ചു വന്നു. അപ്പം ധൈര്യമായിട്ട് വയലൻസ് ഉണ്ടേ, അതുകൊണ്ട് നല്ല വയലൻസ് ഉണ്ട്. ഫാമിലിയായിട്ടൊക്കെ കാണാം. തരക്കേടില്ലാത്ത സിനിമയാണ്. ആവറേജാണ്, വലിയ ഇതൊന്നും വേണ്ട. എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയി കാണുക, അത്രയേ ഉള്ളൂ. ഓക്കെ, റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.